നമസ്കാരം, എല്ലാവർക്കും തന്നെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ ഇത് ആക്ച്വലി രണ്ടാമത്തെ പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി ഇപ്പോൾ 2 പ്രാവശ്യം ചെയ്തപ്പോൾ ഫുള്ളായിപ്പോയി. പിന്നെ കട്ട് ചെയ്തെടുക്കുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വർക്കൗട്ട് ആവുന്നു. സോ അവിടെ വീണ്ടും എല്ലാ സ്പേസും ക്ലിയർ ആയിട്ട് റീഷൂട്ട് ചെയ്യുന്നത്. സോ വീഡിയോ ലെങ്ത് പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കാം. സോ ഞാൻ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് UX കേസ് സ്റ്റഡിയെ കുറിച്ചാണ്. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? അതെ, റെക്കോർഡിംഗ് ആണ്. സോ ഇത് നമ്മൾ ഇന്ന് നോക്കുന്നത് UX കേസ് സ്റ്റഡിയെ കുറിച്ചാണ്. പ്രീവിയസ് വീഡിയോകളിൽ നമ്മൾ എൻ്റെ പ്രോസസ്സ് പഠിച്ചു, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നത്. സോ അതിനുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സീരീസിന്റെ അവസാനത്തെ വീഡിയോ ആണ് ബൈ ദ വേ ദിസ് വൺ. ഇതോടെ ഈ സീരീസ് അങ്ങ് തീരുകയാണ്. സോ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സീരീസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യണമെന്ന്. മാത്രമല്ല നമ്മളൊരു ലൈവായിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ആ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്ന പോലെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ കേസ് സ്റ്റഡി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്കൊരു എളുപ്പവഴിയാവട്ടെ ഞാൻ വിശ്വസിക്കുന്നു. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത്. സോ കേസ് സ്റ്റഡി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ചെയ്തിട്ടുള്ള ഡിസൈൻ സ്പിയർ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഈ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ വെബ്സൈറ്റിന്റെ അവസാനത്തെ ഘട്ടം വരെ എത്തിയത് എന്ന് കാണിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വ്യക്തമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി. കേസ് സ്റ്റഡി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വർക്കിനെ എങ്ങനെ നമ്മൾ ചെയ്തു ആസ് എ UX ഡിസൈനർ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ യുവർ കേസ് സ്റ്റഡി. സോ നമ്മൾ ഫോളോ ചെയ്ത പ്രോസസ്സ് എങ്ങനെയാണ്, എങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ നമ്മൾ എത്തിപ്പറ്റി എന്ന് കാണിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് ആണ് ഇപ്പം പറഞ്ഞത് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോ ഇതാണ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയ മെഡിക്കെയർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു കോൺസെപ്റ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു. സോ ഇത് നമ്മൾ ഒന്ന് ഓൺ ചെയ്യുന്നതിന് പേരും കാര്യങ്ങളും നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല നമ്മളതാണെന്ന്. നമ്മളിത് ChatGPT വെച്ച് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്ത പേരാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ വർക്കിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്ത്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒരു കൊളീഗാണ്, ലിങ്ക്ഡിൻ വഴി പരിചയപ്പെട്ടിട്ട് നമ്മൾ കൊളാബ് ചെയ്ത വർക്കായിരുന്നു. സോ ഇതല്ല ഇതിൻ്റെ ഒറിജിനൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയുടെ. ഇതിൻ്റെ പ്രൊഫൈൽ ചെക്ക്, ലിങ്ക്ഡിനിൽ എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ ഒറിജിനൽ ടെംപ്ലേറ്റ് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. മറ്റത് എൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് പൊക്കിയിട്ട് അവൻ അതിന് നല്ല രീതിയിൽ ഭംഗിയായിട്ട് എൻ്റെ UI, അതിൻ്റെ അതിൻ്റെ ഗ്രാഫിക്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ UX ആണ് കൂടുതൽ നോക്കുന്നത്. UI ചെയ്യാൻ പറ്റും, പക്ഷേ അവൻ UI ആയതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു എൻ്റെ ഡിസൈൻ ഞാൻ നോക്കിക്കോളാം, നീ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും എന്തൊക്കെ വേണമെന്ന് വ്യക്തമായിട്ട് കൊടുത്താൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണ് അവൻ ചെയ്തത്. സോ ഇതൊരു ബേസിക്കലി നമുക്ക് എടുത്തു വെച്ചാൽ ഒരു ഗുഡ് എക്സാമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് തന്നെയാണ്. സോ ഈ പറഞ്ഞത് എന്താണെന്ന്, സോ ഇതിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞൊരു സാധനമായിരുന്നു, വീണ്ടും വീണ്ടും പറയാൻ ഭയങ്കര ഇതാണ്, ബട്ട് വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഇതിന് തൽക്കാലമായിട്ട് ഇങ്ങനെ അലം മൊത്തം തിരിച്ചാണ് പോകാം. ഓക്കെ, സോ ഇവിടെ ഞാനൊരു ഇത് എടുക്കാൻ കാണിച്ചിരുന്നല്ലോ വീണ്ടും. വെയിറ്റ്, ഞാൻ ആക്ച്വലി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇത് തീർന്നു പോയി, പെട്ടെന്ന് സ്പേസ് തീർന്നു പോയി. സോ എല്ലാ റെക്കോർഡിങ്ങും പോയി. സോ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കേസ് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് F ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ഡെസ്ക്ടോപ്പിൽ പോവുക, ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ റീനെയിം ചെയ്യുകയാണ്. എന്താണ് റീനെയിം ചെയ്യുന്നത്? UX കേസ് സ്റ്റഡി ഫോർ എന്തുവായിരുന്നു? ഡിസൈൻ സ്പിയർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരാണ്. സോ ഇവിടെ ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് സൂം ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇത്രയും താഴോട്ട് കൊണ്ടുവന്നു. താഴോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യും. അതിന് ഞാൻ ഷോർട്ട് കട്ട് കീബോർഡിൻ്റെ ഷോർട്ട് കട്ട് R എന്നാണ് ഓപ്ഷൻ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ഒരു പച്ച കളർ എടുക്കുകയാണ്. പച്ച കളർ ഇപ്പം ഇത് ഞാൻ എടുത്തേക്കുന്ന സ്ഥലം വേറെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കളറിൻ്റെ ഇതുണ്ടല്ലോ, നമ്മുടെ സേവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കളേഴ്സിൻ്റെ, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ടെക്സ്റ്റ് പോയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഡിസൈൻ സ്പിയർ കേസ് സ്റ്റഡി. UI എന്നൊക്കെ എന്തൊക്കെയോ വന്നത്. ഡിസൈൻ സ്പിയർ സ്പെല്ലിംഗ് കേട്ടല്ലേ, ഡിസൈൻ. ഇത് ഐ തിങ്ക് ക്യാപ്സ് ആയിപ്പോ അല്ലേ ഇപ്പോൾ. ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം ഫോണും കാര്യങ്ങളും നോക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈനിങ് പാർട്ട് നിങ്ങൾക്ക് സ്വയം നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് എന്തൊക്കെ വേണമെന്ന് പറയുന്നേ ഉള്ളൂ. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ, ഡിസൈൻ സ്പിയർ കേസ് സ്റ്റഡി ചുമ്മാ കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ഇതേപോലെ ഞാൻ വെക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് പേജും അതിൻ്റെ ബാക്ക് ജസ്റ്റ് അതിൻ്റെ ബാക്കി പേജും പോലെ കാണിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, പൊതുവെ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ഐഡിയയും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഫ്രെയിം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, വരച്ചിട്ട്
ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അല്ല ഫ്രെയിം എടുക്കണ്ട, ഫ്രെയിം ആക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു വീണ്ടും, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനിവിടെ ബോർഡർ റേഡിയസ് 15 കൊടുത്ത്, എന്നിട്ട് ഞാൻ ഈ ഒരു സാധനം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ അവസാനത്തെ ഈ 2 പോയിന്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഞാൻ 0 ആക്കാൻ പോകുന്നു. കാരണം അത് മാച്ച് ആവണമല്ലോ, അല്ല ചുമ്മാ ഇരുന്നിട്ട് ഒരുമാതിരി ഇരിക്കും. ഇങ്ങനെ ആക്കി ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനെ ഒന്നുകൂടെ ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട്, ഓൾട്ടും ഷിഫ്റ്റും ഒരുമിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മോളിലോട്ട് ആക്കി അതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. താഴോട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു എന്നിട്ട് ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിന് കെ എന്നൊരു കീബോർഡ് ഉണ്ട്, കീബോർഡ് ഷോർട്ട് കട്ട് കീ കെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ആവും. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ അപ്പിയറൻസ് വന്നിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് കണ്ട ഇങ്ങനെ ഇത്രയും കുറച്ച് ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി ഞാൻ ജസ്റ്റ് ഇതിനെ കൺട്രോൾ കീബോർഡ് ക്ലിക്ക് ചെയ്ത് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ആക്കി. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ ബാക്കിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതിന് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് കേർലി ബ്രാക്കറ്റിൻ്റെ അതുള്ള ആരോ കീ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് ബ്രിങ് ടു ഫ്രണ്ട് ബ്രിങ് ടു ബാക്ക് കൊടുത്താലും മതി. കീബോർഡ് ചെയ്യുന്നത് എനിക്ക് എളുപ്പമാണ് അങ്ങനെ കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ആസ് മാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ മാസ്ക് കൊടുത്ത് എന്നിട്ട് ഞാൻ ഞാൻ ആക്ച്വലി ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പോകാം. ഇതിനെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഫിഗ്മ വന്നിട്ട് ഞാൻ ഇത് ആക്ച്വലി എക്സ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിളാണ്, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വൈഫൈ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് PNG സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുത്താൽ മതി. ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറയും, ലൊക്കേഷൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതിന് ഇത് കണ്ടോ, ഇതിപ്പം ഇതിൻ്റെ ഇതായിട്ട് പുറത്ത് കൊണ്ടുവരാം ആദ്യം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇത് PNG ആണ് ബൈ ദ വേ. ഓക്കെ, വൈഫൈ അല്ല, ഇത് PNG ഫോട്ടോ ആണ്, ഇമേജ് ആണ്. ഇതിപ്പോൾ ഇവിടെ കിട്ടുമ്പോൾ തന്നെ ഫ്രെയിമിനകത്ത് പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ ക്ലിക്ക് ചെയ്ത് ചെറുതാക്കിയിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടിങ്ങനെ ഇടുമ്പോഴത്തേക്ക് യൂസേഴ്സ് മാസ്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് അങ്ങ് ആയിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് ഡിസൈൻ വ്യത്യാസം വരുത്താവുന്നതാണ് ബൈ ദ വേ, ഇത് കൊടുത്തതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിർബന്ധമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു തംബ്നെയിൽ പോലെ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കിലും ഇതേപോലെ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഡിസൈനാണ്, ഇങ്ങനെ ഫോളോ ചെയ്യുന്ന നിർബന്ധമില്ല. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ രീതി ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. ഇതിൻ്റെ അത് ഇത്രയും വലിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല, കണ്ടന്റ് ചെറുതായിട്ട് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഒരു ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡ്യൂറേഷൻ, അതാണ് ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ അതിനകത്ത് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. മെഡിക്കെയർ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈനിൽ അവരുടെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്യുന്നൊരു ആപ്പാണ് മെഡിക്കെയർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അപ്പം ഡിസൈൻ സ്പിയറിന്റെ കേസ് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഡിസൈൻ സ്പിയർ എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കണം. സോ നിങ്ങൾ ജസ്റ്റ് ChatGPT പോകുക, ChatGPT പോയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ സ്പിയറിനെ കുറിച്ച് നിങ്ങളുടെ ചെയ്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണും അല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ പറയണം ഡിസൈൻ സ്പിയറിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ പോലെ ഒരു പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് എന്ന് വേണ്ടി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാൻ പറയണം. അപ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് തരും. എന്നിട്ട് പ്രൊജക്ട് ഡ്യൂറേഷൻ നമുക്കിപ്പോൾ എത്ര ടൈം എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് വെക്കുക. ഇത് ഒറിജിനൽ പ്രൊജക്റ്റിന് ചെയ്യണതാണ്. ഒരു പോർട്ട്ഫോളിയോ പ്രൊജക്റ്റിന് വേണമെന്ന് ചോദിച്ചാൽ ആക്ച്വലി ചെയ്യാവുന്നതാണ്, ഇറ്റ്സ് ഗുഡ്. സോ നിങ്ങളിവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ എൻ്റെ റോൾ, ഇപ്പം ഞാൻ ഇതിൽ UX ഡിസൈനറായിട്ട് ഈ ഒരു മെഡിക്കെയറിൽ വർക്ക് ചെയ്തത് സ്വർണ്ണദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് UI പാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതല്ല അവൻ്റെ UI പാർട്ട്, ഇത് ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ ചെയ്ത് കൊടുത്ത സാധനമാണ്. ഇതിന് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഫൈൽ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. സോ അവിടെ എൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റി എന്താണെന്നും നമ്മൾ വ്യക്തമാക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിംഗിളായിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ റോൾ, ഇപ്പോൾ ധീരജ് ആർ എന്ന് പറയുന്ന UX ഡിസൈനറുടെ റോൾ എന്തായിരുന്നു ഈ ഒരു ഡിസൈൻ സ്പിയർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ, അതിവിടെ വ്യക്തമായിട്ട് കൊടുക്കുക. അവിടെ എൻ്റെ റോൾ കൊടുക്കുക, ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം, ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാവുന്നതാണ് ഈ സാധനം മാത്രം. പിന്നെ മൈ പ്രോസസ്സിൻ്റെ അവിടെ എംഫസൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, ഡിസൈൻ. ഇത് നിങ്ങൾക്ക് ടെംപ്ലേറ്റിൽ പോയി നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. മറ്റേ പ്ലഗിൻസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സാധനം കിട്ടാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റുകളിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അവർ തരുന്നതായിരിക്കും, വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ഓക്കെ, സോ എന്നിട്ട് ഇത് ഇവിടെ താഴെ ഫസ്റ്റ് വൺ എംഫസൈസ് പറഞ്ഞ് കൊടുക്കുക. ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ കൊടുക്കുക, എംഫസൈസ് പേര് കൊടുക്കുക, ഒരു ലോഗോ ഐക്കൺ കൊടുക്കുക. ഈ ഐക്കൺ തന്നെ എടുത്ത് ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒപ്പാസിറ്റി കൊടുത്ത് ഫേസ് 1 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് എസ്തെറ്റിക്കലി ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ ഇതുവരെ പിന്നെ ഇവിടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുക. നമ്മുടെ ഡിസൈൻ സ്പിയർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് പഠിക്കുന്ന സംവിധാനം, ലൈക്ക് നമ്മുടെ ഒരു ബിസി ഷെഡ്യൂളിനകത്ത് നമുക്കിപ്പം സ്കൂളിൽ പോകുന്നോ കോളേജിൽ പോകുന്നയോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ടൈം ഒരു എക്സ്ട്രാ സാധനം പഠിക്കാൻ വേണ്ടി, ഫോർ ഡിസൈൻ സംബന്ധമായ സാധനം പഠിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം സമയം കിട്ടുന്നില്ല അവർക്ക്. സോ ആ സമയത്തിന് നമ്മൾ ഇഷ്യൂസ് ഉണ്ടാവാതെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഡിസൈൻ സ്പിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റും.
അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ChatGPT കൊടുത്താൽ അത് എക്സ്പാൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. എന്നിട്ട് ഹ്യൂമനൈസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അല്ലെങ്കിൽ പുറത്തൊരു വെബ്സൈറ്റ് എടുത്തിട്ട് humanize.ai എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടന്റ് അതിലോട്ട് പേസ്റ്റ് ചെയ്താൽ നമ്മൾ അതിനകത്ത് ChatGPT സ്വരം ഉണ്ടല്ലോ, ഒരു ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് ChatGPT കണ്ടന്റ് ആണോ എന്ന് തോന്നുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് മാറ്റിയിട്ട് മനുഷ്യൻ സാധാരണ ഒരു പ്രൊഫഷണൽ ലെവലിൽ എങ്ങനെ പറയുന്നു അതുപോലെയും ആക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. സോ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഡിഫൈൻ്റെ അകത്ത് നിങ്ങൾ യൂസർ പേഴ്സൺ കൊടുക്കണം. യൂസർ പേഴ്സൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു സെമി ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന്. സോ ഫസ്റ്റ് തിങ്, യൂസർ പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും സെമി ഫിക്ഷണൽ, അതായത് ഇപ്പോൾ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ട്, 10 സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു സെമി ഫിക്ഷണൽ ക്യാരക്ടർ നമ്മൾ ഉണ്ടാക്കും. അതായത് അങ്ങനത്തെ ഒരു വ്യക്തി ഇല്ല, പക്ഷേ ഈ 10 സ്റ്റുഡൻസിന്റെ സെയിം ആയിട്ടുള്ള ഗോൾസും പെയിൻ പോയിന്റ്സും നമ്മൾ എടുത്തിട്ട് കോമൺ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഒരു ഫേക്ക് ക്യാരക്ടർ, അല്ലെങ്കിൽ ഫേക്ക് ക്യാരക്ടർ അല്ല, ഒരു ക്യാരക്ടർ ഉണ്ടാക്കും. ആ ക്യാരക്ടറിന്റെ പേര് ഇട്ടിട്ട് ഇതും കൊടുക്കും. സെമി ഫിക്ഷണൽ, അതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. സെമി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന്റെ കുറെ അധികം ഗോൾസും പെയിൻ പോയിന്റ്സും 10 ആളുകളുടെ കോമ്പിനേഷന്റെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതാണ് യൂസർ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം ഇത് വേണമെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പം ശബരിദത്തൻ വി എന്ന് പറഞ്ഞ പേര് ഞാൻ അതൊരു കോളേജ് സ്റ്റുഡന്റിനും ഈ ഒരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പേര് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാം, നമ്മുടെ ഇതായിട്ട് എടുക്കാം, അതായത് നമ്മുടെ വർക്കിംഗ് പ്രൊഫഷൻ എടുക്കാൻ പറ്റും. സോ ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ കോളേജ് സ്റ്റുഡന്റിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വയസ്സ്, നമ്മൾ ഏജ് പറയണം, ഒക്കുപേഷൻ, ലൊക്കേഷൻ, പിന്നെ ഈ വ്യക്തിയെക്കുറിച്ച് ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അത് അയാളുടെ ഗോൾസ് എന്താണ്, അയാളുടെ പെയിൻ പോയിന്റ്സ് എന്താണ്. ഇത് നമ്മൾ യൂസർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇത് സോർട്ട് ചെയ്യണമെന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പിന്നെ അടുത്ത പേഴ്സണിൻ്റെ അകത്ത് നമ്മൾ വർക്കിംഗ് പ്രൊഫഷണലിന്റെ സെയിം രീതിയിൽ അവരുടെ ആയിട്ടുള്ള ഗോൾസും നമ്മുടെ പെയിൻ പോയിന്റ്സും നമ്മൾ മാറിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് യൂസർ പേഴ്സൺ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ എടുക്കുക, എന്നിട്ട് അതിന് കോർണർ റേഡിയസ് ഇങ്ങനെ 5 കൊടുത്താക്കുക, എന്നിട്ട് വര എടുക്കുക. ഇതിങ്ങനെ കൊള്ളണമെന്നില്ല, കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കളേഴ്സ് കൊടുത്ത് അടിപൊളി വെക്കുക. സോ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്താണ് എവിടെയാണെന്നാണ് വരുന്നത്, നാടും വീടും ഊരൊക്കെ നമ്മളിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സെമി ഫിക്ഷൻ ആണ് കേട്ടോ, ബൈ ദ വേ. സോ ഇവിടെ ജസ്റ്റ് ഇങ്ങനത്തെ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നു, ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. സോ ഗോൾസ് എന്താണ്, ഇതൊക്കെ ഞാൻ യൂസർ റിസർച്ചിന്റെ പാർട്ടിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം, അത്രേ ഉള്ളൂ. സോ യൂസർ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. ഐഡിയേറ്റിന്റെ അടുത്ത ഓപ്ഷനാണ് ഐഡിയേറ്റ് എന്ന് പറയുന്നത്. ഐഡിയേറ്റിന്റെ അവിടെ പോയിട്ട് ഇൻഫർമേഷൻ ആർക്കിടെക്ചർ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇവിടെ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഡിസൈനിങ് ആയിട്ട് അപ്പീലിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇത് ചുമ്മാ ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ, കുറച്ചുകൂടി ഡിസൈനിൽ കുറച്ചുകൂടി നൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ യൂസർ ഫ്ലോയും അതേപോലെ ചെയ്യാവുന്നതാണ്. യൂസർ ഫ്ലോ ബൈ ദ വേ ഞാൻ അസൈൻമെന്റ് തന്നെയാണ്, ജസ്റ്റ് ഒരു ഐഡിയ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ്, അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എംപതി മാപ്പ് നിങ്ങൾക്ക് വെക്കാം. സോ അതിൻ്റെ അകത്ത് സേ തിങ്സ് ഫീൽസ് ഡസ്, അതായത് ഈ ഒരു വ്യക്തി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ എന്താണ് വിചാരിക്കുന്നത്, അയാൾക്ക് എന്താണ് ഫീൽ ആകുന്നത്, അയാൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അയാളിപ്പോൾ എന്താണ് ചെയ്യുന്നത്. സോ അങ്ങനെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡിസൈൻ സ്പെയിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇതിപ്പം ഈ വ്യക്തി പറയാണ്, ഈ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് പറയാണ്, എനിക്ക് പെട്ടെന്ന് ഡിസൈൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നല്ലൊരു കോഴ്സ് വേണം, ആ കോഴ്സ് പഠിപ്പിക്കാൻ നല്ല ലെക്ചറേഴ്സ്, ഒരു പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേറ്റർ വേണം നമുക്ക്, അല്ലെങ്കിൽ ടീച്ചർ വേണം. പിന്നെ തിങ്ക് ചെയ്യുന്ന വെച്ചാൽ ഇന്ന് ഈ കോഴ്സ് പഠിക്കണം, ഇന്ന് നമുക്ക് എങ്ങനെ അത് എൻ്റെ ടൈം അനുസരിച്ച് കിട്ടാൻ പറ്റുമോ എന്ന് പറയുന്നു. ഫീൽഡ്സിൽ എന്താ വെച്ചാൽ എന്താ പറയാ, ഇതിന്റെ കോഴ്സിന്റെ ഫീസ് എത്രയായിരിക്കും, അതൊക്കെ എംപതി മാപ്പിന്റെ അകത്ത് വരും. എനിക്ക് തോന്നുന്നു എംപതി മാപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എംപതി മാപ്പ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. യൂസർ പേഴ്സൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സെമി ഫിക്ഷണൽ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ ജസ്റ്റ് നിങ്ങൾ ChatGPT കൊടുക്കുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതിന് വേണ്ടി എംപതി മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് തന്നെ ഉണ്ടാക്കി തരും. കണ്ടന്റ് ഒക്കെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. കാരണം സെമി ഫിക്ഷണൽ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിനറിയാം, ഓക്കെ ഇതാണ് ഈ വ്യക്തി, ഇങ്ങനെയാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്ന് അത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ റിയലി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി ChatGPT യൂസ് എനിക്ക് തോന്നുന്നു കുറയും, നല്ല രീതി കുറയും. നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുന്നത് റിയൽ ലൈഫ് പ്രൊജക്റ്റിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു റിയൽ ലൈഫ് പ്രൊജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വലിയ പ്രൊജക്റ്റ് ആയിരുന്നു അത് അത്യാവശ്യം. സോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ChatGPT ആകെ നമ്മുടെ കണ്ടന്റ് UX റൈറ്റിംഗ് ഉണ്ടല്ലോ, വാക്കുകൾ അത് പ്രോപ്പർ ആക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പം പിന്നെ നമ്മുടെ അറിയാലോ, നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട്, പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കണ്ടന്റ് ഉപയോഗിക്കാവുന്നതാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾ പ്രോസസ്സ് പഠിക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു UX റിക്രൂട്ടർ നോക്കുന്ന സമയത്ത് അയാൾ നിങ്ങളുടെ നോക്കുന്ന വെച്ച് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് ഐഡിയ ഉണ്ട്, നിങ്ങൾ വർക്ക് കാണിക്കുക, ഷോക്കേസ് ചെയ്ത് പോർട്ട്ഫോളിയോ ഉണ്ടോ, ഇത്ര തന്നെ നോക്കുന്നത്. ബാക്കി നിങ്ങളുടെ യൂസർ ഇന്റർവ്യൂ നിങ്ങളുടെ സ്കിൽസ് ആണ് ഇന്റർവ്യൂ സമയത്ത് ബാക്കി നിങ്ങൾ സെലക്ട് ആക്കുന്നത്. സോ ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഡിസൈൻ ആണ് അടുത്ത ഫേസ് എന്ന് പറയുന്നത്. ആ ഫേസിന്റെ അകത്ത് ജസ്റ്റ് സ്റ്റൈൽ ഗൈഡ് ഹെഡിങ് കൊടുക്കുക, ടൈപ്പോഗ്രഫി എന്താണെന്ന് കൊടുത്തിട്ട് ടൈപ്പോഗ്രഫിന് നേരെ ജസ്റ്റ് ഇത് ചുമ്മാ ഷോയ്ക്ക് വെച്ച സാധനം ലാറ്റോ എന്ന് പറയുന്നതാണ് ടൈപ്പ് ഫേസിന്റെ സാധനം. സ്പേസ് ആൻഡ് ഗ്രിഡ്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ
10, 20, 30, 40 ജസ്റ്റ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് നമ്മൾ ലിഡ് സിസ്റ്റം ഉണ്ടാക്കിയില്ലേ, അതിനെ ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന രീതിയിലാക്കിയാൽ മതി. കറക്റ്റല്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ്, അതായത് 6 കോളംസ് ഉണ്ട്, 1, 2, 3, 4, 5, 6 കോളം ഉണ്ടെന്ന് കാണിക്കുക. സ്ട്രെച്ച് ടൈപ്പ് ആണെന്ന് പറയാം, മാർജിൻ കൊടുക്കുക, കട്ടർ സൈസ്, കട്ടർ വിട്ട് എത്രയാണെന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രിഡ് ചെയ്തപ്പോൾ, അത് ജസ്റ്റ് അതേപോലെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഹെഡിങ് 1 എന്താണ്, അതിൻ്റെ അകത്ത് ഫോൺ വെയിറ്റ്, സൈസ്, ലൈൻ വെയിറ്റ്. ഓർമ്മയുണ്ടോ, ഞാൻ ജസ്റ്റ് ഫോണ്ട് ചെയ്യാൻ ഒരു കുറേ നമ്പേഴ്സ് ഇട്ട് കാണിച്ച ഓർമ്മ കേട്ടോ. സോ ആ സാധനം തന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. സോ ഇവിടെ ഹെഡിങ് 2 സബ് ഹെഡിങ് എന്നും ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടാണ് എങ്ങനെ വെയിറ്റ്, അതാ ഈ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിൻ ഹെഡിങ്. ഓക്കെ, ഈ ഹെഡിങ്ങിന്റെ സൈസ് എത്ര ഫോൺ എത്രയാണ്, 48 px ആണ്. 48 പിക്സലിന്റെ ഫോണാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ അത് ഇവിടെ മെയിൻ ഹെഡിങ് 1 ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, താഴോട്ട് വരട്ടെ. നമ്മളിവിടെ ഹെഡിങ് 1 ഇവിടെ കൊടുക്കും. അത് ഏത് ഫോണാണെന്ന് കൊടുക്കും. അതിന്റെ ബോൾഡ് ആണെങ്കിൽ എത്രയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽഡ് കാര്യം കൊടുക്കാൻ പറ്റും. ജസ്റ്റ് നോക്കാവുന്നതാണ്. പൗസ് ചെയ്തോടെ നോക്കി എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ബോഡി മീഡിയത്തിൽ നമ്മൾ എത്ര സൈസ് ഫോണാണ് ഉപയോഗിക്കുന്നത് അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കളേഴ്സിന് കേസാണ്. കളേഴ്സിന് കേസ് പറയുമ്പോൾ നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യില്ല. ആ കളേഴ്സിന് പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സ് അല്ലെങ്കിൽ ഗ്രേഡിയൻസ് എടുത്ത് നമുക്ക് ആക്കാൻ പറ്റും. ടെക്സ്റ്റിന്റെ കളേഴ്സ് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് വ്യക്തമായിട്ട് കൊടുക്കുക. നമ്മുടെ ഡിസൈൻ സമയത്ത് നമ്മൾ ഇത്രേ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഡിസൈൻ മെഡിക്കൽ ചെയ്ത സമയത്ത് സിനിമയുടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, റെക്ടാങ്കിൾ എടുത്തിട്ട് അതിന്റെ കളർ ഇതിലോട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അറിയാലോ എങ്ങനെയാണ് ആക്കണേന്ന്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോപ്പർ കിട്ടും. ഓക്കെ, ഇതിപ്പം നിങ്ങൾക്ക് ഇവിടെ ഡ്രോപ്പർ കിട്ടും. സെലക്ട് ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചില്ല. റെക്ടാങ്കിൾ എടുക്കുക, ഈ കളർ എനിക്ക് വേണം. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മൾ നേരത്തെ നമ്മൾ ടൈപ്പോഗ്രഫി കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ഫോണ്ട് കളേഴ്സിന്റെ തീം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് അവിടെ നിന്ന് കിട്ടുന്നതാണ്. സിമ്പിളാണ്, അത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. ആ ഗ്രേഡിയൻസ് അതേപോലെ തന്നെ. ഇതിൻ്റെ ഇവിടെ ഹെക്സ് കോഡ് ഉണ്ട്. ഹെക്സ് കോഡ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഞാൻ സെലക്ട് ചെയ്താൽ കണ്ട ഹെക്സ് കോഡ് കണ്ട, ഇതാണ് ഹെക്സ് കോഡ്. ഇതിനെ പിടിച്ചിവിടെ കോപ്പി ചെയ്യുന്നേ ഉള്ളൂ, കണ്ട. ഓക്കെ, ഹാഷ്ടാഗ് ഇട്ട് കൊടുത്ത ഹെക്സ് കോഡ് ആയത്. ഗ്രേഡിയൻസ് അതുപോലെ തന്നെ. പിന്നെ മീഡിയം ഫിഡിലിറ്റി വയർഫ്രെയിം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇതുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള, അതിനാണ് മീഡിയം ഫിഡിലിറ്റി വയർഫ്രെയിം എന്ന് പറയുന്നത്. ലോ ഫിഡിലിറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോനകത്ത്. മീഡിയം ഫിഡിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതാണ് മീഡിയം ഫിഡിലിറ്റി എന്ന് പറയുന്നത്. അത് ഇതേപോലെ ജസ്റ്റ് പ്ലേസ് ചെയ്യുക കറക്റ്റ് ആയിട്ട്. അവിടെ എന്തൊക്കെയാണ് എങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെറിയൊരു ഓർഡറിൽ അങ്ങ് പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ഫൈനൽ വേർഷൻ ആയിട്ടുള്ള UI ഹൈ ഫിഡിലിറ്റി വയർഫ്രെയിം എന്ന് കൊടുത്തിട്ട് ഇവിടെ അങ്ങ് അതും പ്ലേസ് ചെയ്യുക. അത്ര തന്നെയാണ് ഉള്ളത്. പിന്നെ കൺക്ലൂഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻ കൊടുക്കുന്നതാണ് ബെറ്റർ. എന്തുകൊണ്ട് നിങ്ങൾ നേടിയെന്നൊക്കെ നിങ്ങൾക്ക് കൺക്ലൂഷൻ ChatGPT കൊടുത്താൽ അത് ചെയ്തു തരുന്നതായിരിക്കും. കുറച്ച് ലോജിക്ക് വെച്ച് ഉപയോഗിക്കുക. അതേപോലെ ChatGPT കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്, അതാണ് നല്ലത്. ഓക്കെ, പിന്നെ അവസാനം നിങ്ങൾക്ക് താങ്ക് യു കൊണ്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് കേസ് സ്റ്റഡി താഴെ കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇത്ര തന്നെയാണ് കേസ് സ്റ്റഡി ഉണ്ടാക്കാനുള്ളത്. വളരെ സിമ്പിളാണ്, ഭയങ്കര ഹാർഡായിട്ടുള്ള പരിപാടിയല്ല. ടെംപ്ലേറ്റ് ഫസ്റ്റ് സാധനം ചെയ്യാൻ ഇത് കാണിക്കൽ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇത് എങ്ങനെയാണ് ഇതിന്റെ മണ്ടേ ഈ സാധനം ചെയ്ത് ചെയ്യുന്നത്. സോ ആ ഒരു കാരണം കൊണ്ടാണ് പറയുന്നത്. ബാക്കിയൊക്കെ ബേസിക് ടെംപ്ലേറ്റ് ആണ്. ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് ടെക്സ്റ്റ് കൊടുക്കുക, അലൈൻ ചെയ്യുക, കറക്റ്റായിട്ട് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ലോഗോസ് നിങ്ങൾക്ക് വെബ്സൈറ്റിനകത്ത് പോയാലോ അല്ലെങ്കിൽ ജസ്റ്റ് പ്ലഗിൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതും വലിയ ഇഷ്യൂ ഉള്ള കാര്യങ്ങളല്ല. സോ ഇത് വൺ വേ ഓഫ് ഡൂയിങ് ആണ്. സ്ക്രാച്ചിൽ നിന്ന് ഞാൻ ബിൽഡ് ചെയ്ത പോലെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴി ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ ഫോളോ ചെയ്യുന്നത്. സോ അതിന് വേണ്ടി നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കണ്ട ഇവിടെ ഫിഗ്മ കമ്മ്യൂണിറ്റിയുടെ സാധനമാണ്. ജസ്റ്റ് ആ ഗ്ലോബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു സാധനം വരും. ഇവിടെ പോയിട്ട് നിങ്ങൾ വെബ്സൈറ്റ് കേസ് സ്റ്റഡി ടെംപ്ലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റ് കേസ് സ്റ്റഡി ടെംപ്ലേറ്റ്സ് വരും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പം ചുമ്മാ ഇവിടെ കേസ് സ്റ്റഡി ടെംപ്ലേറ്റ് കൊടുത്താൽ മൊത്തവും കേസ് സ്റ്റഡിയുടെ ടെംപ്ലേറ്റ്സ് വരും. സോ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ മൊബൈൽ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നൈസർ ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ഇൻ ഫിഗ്മ ഇവിടെ കൊടുക്കണമെന്നില്ല, ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. ഓപ്പൺ ഇൻ ഫിഗ്മ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു തുടങ്ങുമ്പോഴത്തേക്കും ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് എൻ്റെ അല്ല കേട്ടോ, ഇതാരുടെയാണെന്ന് നോക്കുക. ഇതിനകത്ത് കമ്മ്യൂണിറ്റി അടുത്ത് പോസ്റ്റ് ചെയ്തത്. സോ ഇതിനകത്ത് കണ്ടോ ഡിസൈനിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, യൂസർ റിസർച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ വ്യക്തമായിട്ട് വരും. കളേഴ്സ് കണ്ട് ഇതൊക്കെ ഓരോ ഫോണായിട്ട് കൊടുത്തത് ഓരോ രീതിയിലും ചെയ്യാൻ പറ്റും. ഇതിനെയും കാട്ടി കുറച്ച് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി പോയിട്ട് ബാക്ക് എടുക്കുന്നു, പേ എടുക്കാം, ഇതെടുക്കാം നമുക്ക്. ഓക്കെ, നൈക്കയുടെ കേസ് സ്റ്റഡി എടുക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അത് എനിക്കൊന്നും ഇത് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫയലായിരിക്കാം മോസ്റ്റ് പ്രോബ്ലി. അതിന് കേസ് സ്റ്റഡിയൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കാം. എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള നൈക്കിനെ എടുത്തിട്ട് ആ വെബ്സൈറ്റ് ഒരാൾ റീഡിസൈൻ ചെയ്തു. ആ റീഡിസൈൻഡ് വേർഷൻ അയാൾ കേസ് സ്റ്റഡിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്.
സോ ഇവിടെ എന്താണ് ടൂൾസ് യൂസ്ഡ് എന്താണ് കൊടുക്കാം, മൈ റോൾസ് എന്താണ് കൊടുക്കാം, പ്രൊജക്ട് ബ്രീഫ് ഇവിടെ കൊടുക്കാൻ പറ്റും, എന്തിന് വൈ നയിക്കുക കൊടുക്കാം, എന്താണ് യൂസർ ഫൈൻഡ് ചെയ്ത പ്രോബ്ലംസ് എന്താണ് കൊടുക്കാൻ പറ്റും, യൂസർ പേഴ്സൺ ഞാൻ കണ്ട നേരത്തെ ചെയ്തതിനെ കണ്ടിട്ട് കുറച്ച് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് പോയിന്റ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയൊന്നും ആരും വായിച്ചു നിൽക്കത്തില്ല. സോ ബെറ്റർ ഓൾവേസ് ഗിവ് ഇറ്റ് ഇൻ പോയിന്റ്സ്, ദാറ്റ്സ് ഫാർ ബെറ്റർ. ഓക്കെ, പിന്നെ ഇതൊക്കെ കുറച്ചുകൂടെ ആകുമ്പോൾ വരുന്നതാണ്, നിങ്ങൾ നോക്കണ്ട. ഡിസൈൻ സിസ്റ്റം ഞാൻ നേരത്തെ കാണിച്ചത് ഇത് കുറച്ചും കൂടെ താഴോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഒരു സോർട്ട് ചെയ്ത രീതിയിൽ കൊടുത്തിട്ടുള്ള വയർ ഫ്രെയിംസിന് ഇതാണ് ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം, ഇതിന്റെ ഹൈ ഫിഡിലിറ്റി വേർഷൻ ആണ്. സോ നിങ്ങൾക്ക് ഇത് ഓരോ സെക്ഷൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ ഫ്ലാറ്റ് ആയിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പം ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് താഴെ ന്യൂ കാറ്റഗറീസിന്റെ സെക്ഷൻ ഇങ്ങനെ ഒരു ഇതായിട്ട് കാണിക്കാം. ഇത് കുറച്ചുകൂടെ ബെറ്റർ വേ ഓഫ് പ്രസന്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെയാണ് നിങ്ങളൊരു ഇൻസ്പിറേഷൻ എടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും അറിയാം. കേസ് സ്റ്റഡി ചെയ്യുന്ന വലിയ ആന കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. കാരണം നിങ്ങൾ ഇതുവരെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കേസ് സ്റ്റഡി ചുമ്മാ ചെയ്യാൻ പറ്റും, വലിയ ആന കാര്യമില്ല. ജസ്റ്റ് പ്രാക്ടീസിന് ചെറിയ വിഷയങ്ങളാണ്, അത് തുടക്കത്തിലുള്ള ചെറിയ ഇഷ്യൂസ് വരും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ സാധനം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതാണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച്, നമ്മുടെ കേസ് സ്റ്റഡിയെ കുറിച്ച് പറയേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കോഴ്സിന് സീരീസ് ഇതോടെ തീരുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അത്യാവശ്യം എല്ലാം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് കരിയർ ഗ്രോത്തും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിക്കാവുന്നതാണ്. പിന്നെ ഇത് ചിലപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഈ ചാനലിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ചിലപ്പം ചാനലൊന്ന് മാറ്റിപ്പിടിച്ചിട്ട്, എനിക്കറിയത്തില്ല, കുറച്ചുകൂടെ കണ്ടന്റ് കുറച്ചുകൂടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ അതിന് ചിലപ്പോൾ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ വീണ്ടും വരും. അല്ലെങ്കിൽ ഞാൻ കോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കോഴ്സ് നമ്മളിപ്പം അതുവരെ ഓക്കെ കോണ്ടന്റ് ഒരു എയിം ഉണ്ടായിരുന്നു. ഇത് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് ഇനി വേണം. സോ ഓക്കെ ആക്ഷൻ്റെ വീഡിയോ സ്പേസ് ചെയ്താറായി. സോ അതുകൊണ്ടാണ്. സോ വേറൊന്നും പറയല്ല, നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റുന്നത് വിശ്വസിക്കുന്നു. കണ്ടന്റ് വല്ല മാറ്റുകയാണെങ്കിൽ പറയാം, കുറച്ചുകൂടെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട്. സോ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നതാണ്. ബൈ.